ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് മാത്രം വാഹനം ഓടിക്കാൻ ശ്രദ്ധിക്കുക. യൂസ് ഇയർഫോൺ ഫോർ ബെറ്റർ എക്സ്പീരിയൻസ്. ഹായ്, ഹരി സംസാരിക്കും. ഓറയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ ഹോണ്ടയുടെ പഴയ ഒരു മോട്ടോർ സൈക്കിൾ പരിചയപ്പെടുത്താൻ, അതിനു മുമ്പ് ഹോണ്ടയെ പറ്റി ഒന്ന് ബ്രീഫിംഗ് നടത്താം. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഹോണ്ടയെ പറ്റി അറിയാവുന്ന ആക്ടിവ വിൽക്കുന്ന കമ്പനി, പിന്നെ ഹോണ്ട യൂണിക്കോൺ, ഷൈൻ, ഹോർനെറ്റ്, CBR പോലുള്ള മോട്ടോർ സൈക്കിൾ വിൽക്കുന്ന കമ്പനി. ഹോണ്ട ബിഗ് വിങ്ങിന്റെ ഡീലർഷിപ്പ് വന്നേ പിന്നെയാണ് പലർക്കും ഹോണ്ട എന്താന്നുള്ള വ്യക്തമായ ഒരു ധാരണ ലഭിച്ചിരിക്കുന്നത്. ഇത് വന്നതിന് ശേഷമാണ് പലരും അറിയുന്നത് ഹോണ്ടയ്ക്ക് ബിഗ്ഗർ CC ആയിട്ടുള്ള മോട്ടോർ സൈക്കിളും ഉണ്ടെന്ന് തന്നെ. പിന്നീട് നമ്മൾ വാങ്ങാൻ ആഗ്രഹിച്ച പല മോഡലുകളുടെയും ബിഗ്ഗർ CC വേരിയന്റ് അവർ ഇന്ത്യയിൽ കൊണ്ടുവരികയും ചെയ്തത്. ഞാൻ പറഞ്ഞു വന്നത് CBRന്റെ കാര്യമാണ്. ഒരു മോട്ടോർ സൈക്കിളിനെ അല്ലെങ്കിൽ ഒരു മോട്ടോർ സൈക്കിളിന്റെ തലമുറ എങ്ങനെ നിലനിർത്തി കൊണ്ടുപോകണമെന്ന് ഹോണ്ടയ്ക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ പഴയ മോഡലുകളൊന്നും ഇന്നില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുന്നത് ആക്ടിവയ്ക്ക് മാത്രമാണ്. പഴയ മോഡലുകളിൽ ഒരു മാറ്റമില്ലാതെ നിലനിന്ന് പോകുന്ന ഒരേ ഒരു മോഡൽ മാത്രമേ DB യൂണിക്കോൺ മാത്രം. ഇന്ത്യക്ക് വേണ്ടി കൊള്ളാവുന്ന മോട്ടോർ സൈക്കിൾ ഇറക്കിയിട്ട് ഹോണ്ട കുറച്ച് നാളായിട്ടുള്ളൂ. പൊല്യൂഷൻ നിയമം കർശനമായതുകൊണ്ട് തന്നെ എഞ്ചിനിലൊക്കെ അപ്ഡേഷൻ നടക്കുന്നുണ്ട്. ബാക്കി ഡിസൈനിൽ കാര്യമായ അപ്ഡേഷൻസ് ഒന്നും മോട്ടോർ സൈക്കിൾ വരുത്തുന്നില്ല. ചുരുക്കി പറഞ്ഞ ഹോണ്ട എന്ന ബ്രാൻഡ് ആക്റ്റീവ് 150 CCയുടെ മോട്ടോർ സൈക്കിൾ മാത്രം വിറ്റുകൊണ്ടിരുന്ന ഒരു ബ്രാൻഡാണ്. ഇന്റർനാഷണലി അവർക്ക് നല്ല മോഡലുകൾ ഉണ്ടെങ്കിലും ഒന്നും ഇന്ത്യക്ക് തന്നിട്ടില്ല. പുതിയ കുറെ മോഡലുകൾ കൊണ്ടുവന്നിട്ട് ആകെ 10 വർഷം ആവുന്നു. പേരിന് പറയാൻ CBR ഉണ്ട്. CBR അവന്മാര് തന്നെയാണ് നശിപ്പിച്ച് കളഞ്ഞത്. മോട്ടോർ സൈക്കിൾ ഇറക്കിക്കൊണ്ട് മാത്രം കാര്യമില്ല, അതിനകത്ത് എന്തെങ്കിലും അപ്ഡേഷൻസും മാറ്റങ്ങളും പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ അതിനകത്ത് കൊണ്ടുവരാൻ. നിലവിലുള്ള മോട്ടോർ സൈക്കിൾ എടുത്തു നോക്കിയാൽ ഹോണ്ടയുടെ അവസ്ഥ ഇപ്പോഴും ഇതൊക്കെ തന്നെയാണ്. ഈ കുറച്ചു നാളായിട്ടുള്ളൂ ഹോണ്ടയുടെ കുറച്ച് നല്ല മോഡലുകളൊക്കെ ഇന്ത്യയിൽ വരാൻ തുടങ്ങിയിട്ട്. ഹോണ്ട ഇന്ത്യയിൽ നൽകാത്തൊരു മോട്ടോർ സൈക്കിൾ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അതേ ഇത്രയും പറഞ്ഞത് ഈ വിന്റേജ് ബൈക്കിനെ പരിചയപ്പെടുത്താനാണ്. ഹോണ്ടയുടെ തന്നെ VFR 750F എന്ന് പറഞ്ഞ മോഡൽ. ഹോണ്ടയുടെ ഈ മോഡൽ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്ന 1986 മുതൽ 1990. ഇതിന്റെ എഞ്ചിൻ വരുന്ന 748 CCയുടെ വാട്ടർ കൂൾഡ് ആയിട്ടുള്ള 4 സ്റ്റോക്ക് DOHP 4 വാൽവ് V ടൈപ്പ് 4 സിലിണ്ടർ എഞ്ചിനാണ്. 10,000 RPM അപ്രോക്സിമേറ്റ്ലി 100 to 105 വോയിസ് പവർ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിന്റെ ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന 8,000 RPM തൊട്ട് 9,500 RPM വരെ. ടോർക്ക് വരുന്ന 76.5 Nm. ഗിയർ ബോക്സ് 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. 21 ലിറ്റർ ആണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി നൽകിയിരിക്കുന്നത്. ഈ മോട്ടോർ സൈക്കിളിൽ സീറ്റ് ഹൈറ്റ് തന്നെ 800 mm ആണ്. 130 mm ഗ്രൗണ്ട് ക്ലിയറൻസും നൽകിയിട്ടുണ്ട്. ഫ്രണ്ട് ടയർ നൽകിയിരിക്കുന്നത് 120/70 CR17. റിയർ ടയർ പരിശോധിച്ച് നോക്കുമ്പോൾ 170/60 CR17. ഈ മോട്ടോർ സൈക്കിളിന്റെ വീൽ സൈസ് പരിശോധിച്ച് നോക്കിയാൽ 16 ഇഞ്ച് ഫ്രണ്ടും ഇനി ബാക്കിൽ തന്നെ 18 ഇഞ്ചിന്റെ റിയർ വീലാണ് നൽകിയിരിക്കുന്നത്. ഫ്രണ്ടിലെ ഡിസ്ക് പരിശോധിച്ചാൽ ട്വിൻ ഡിസ്ക് ആണ് നൽകിയിരിക്കുന്നത് 276 mm. ബാക്കിൽ നൽകിയിരിക്കുന്ന 296 mm സിംഗിൾ ഡിസ്ക് ആണ്. സ്പീഡോമീറ്ററിൽ അങ്ങനെ എടുത്തു പറയത്തക്ക പ്രത്യേകതകളൊന്നും പറയാനായിട്ടില്ല. ചായ വിത്ത് പക്കോട റൈഡിൽ വന്നപ്പോൾ ഇങ്ങനെ കുറെ പഴയ മോഡലുകൾ കാണാൻ സാധിച്ചതിലാണ് എനിക്ക് സന്തോഷം തോന്നിയത്. ഇതിനോട് ചേർന്ന് തന്നെ സുസുക്കിയുടെ സാമുറായും ഇരിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമുണ്ട്, ബ്രാൻഡ് നെയിം തിരിച്ചു വരുന്നതിലുപരി, അതായത് പണ്ടുണ്ടായിരുന്ന ലെജൻഡറി മോട്ടോർ സൈക്കിളുകൾ വലിയ മാറ്റങ്ങളോടെ വീണ്ടും തിരിച്ചു വന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈ മോഡലും തിരിച്ചു വന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. VFR 750F. പിന്നീട് എനിക്ക് വരാൻ ആഗ്രഹമുള്ള RD 350 ആണ് യമഹയുടെ. പിന്നെ RX100 വന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ഈ മോഡലുകളൊക്കെ വരുവാണെങ്കിൽ കമ്പനി കാലോചിതമായ മാറ്റം ഇതിന് വരുത്തിയിട്ടായിരിക്കും വരാൻ സാധ്യത. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ പാർട്സ് പഴയ മോഡലും യൂസ് ചെയ്യാൻ തക്ക രീതിയിലായിരിക്കണം ഇതിനെ റീബിൽഡ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളുടെ കൺമുന്നിലുണ്ട് സ്കഡ് മീഡിയ TV. എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്തേക്കണേ.